വരുന്നവരെല്ലാം കാണുന്നവർ ഇവിടെ നിർത്തുന്നുണ്ട്. ജസ്റ്റ് പ്രത്യേകിച്ച് ഒന്നുമില്ല, പക്ഷേ ഇവിടെ കാണാൻ ഭയങ്കര ഭംഗി. അതുകൊണ്ടാണ് ഇതൊരു എൻഡി വന്നിട്ടുണ്ട്. ഈ ഒരു വാട്ടർഫോൾസ് നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു ഫസ്റ്റായിട്ട് പോകേണ്ട റൂട്ടാണ്. കാരണം വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ ഊട്ടിയിലെത്തി, കോത്തഗിരി പോയി വന്നു, തിരിച്ച് റൂമിൽ വന്നു. ഈ റൂമും ഏരിയയും കാണിക്കാൻ പറ്റിയില്ല. കാണിക്കാം, കാരണം ഇന്നലെ രാത്രി വന്നു, ഉറങ്ങിയപ്പോൾ 4 മണി. ഇന്നിപ്പോൾ രാവിലെ പിന്നെ എണീറ്റു. ഫ്രോസൺ ചപ്പാത്തി കിട്ടി, നമ്മളുള്ളത് ചൂടാക്കി കറിയൊക്കെ മേടിച്ച് എല്ലാവരുടെ കഴിച്ചു. ഫുഡ് ആദ്യം ഇതെല്ലാം പണമായിരുന്നു. അപ്പോൾ ഇതാണ് ആ റൂമിൻ്റെ ജസ്റ്റ് വെളിയിൽ കാണുന്നൊരു വ്യൂ. അത്യാവശ്യം ഊട്ടി നല്ലോണം കാണാം. അതായത് ഊട്ടിയിൽ എന്തോ ഒരു റോഡായിരുന്നു ഇത്, പറഞ്ഞ് ഞാൻ മറന്നുപോയി. കൊച്ചു കൊച്ചു വീടുകൾ കാര്യങ്ങളെല്ലാം കാണാം. അങ്ങനെ എല്ലാവരും രാവിലെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ രാവിലെ മച്ചാന്മാരെല്ലാം ഓണായിട്ടിരിക്കുകയാണ്. തിരിച്ചു വരുമ്പോൾ രാത്രിയായിരിക്കും, അപ്പോൾ ഇനി കാണാൻ പറ്റുന്നതല്ല. ഹോഴ്സ് റേസിങ്, നമ്മുടെ കുതിരയോട്ടം നടന്നൊരു സ്ഥലമാണിത്. ഈ കാണുന്ന സ്ട്രീറ്റ് റോഡ് അവിടെ ഇഷ്ടംപോലെ വീഡിയോകളുണ്ട്, എല്ലാം ഉണ്ട്. ഇതിൻ്റെ മുകളിലാണ് ഇവിടെ നമ്മുടെ വണ്ടി ഇവിടെ ഇതിൻ്റെ മുകളിലാണ് ഇരുന്നത് കേട്ടോ, വണ്ടി പാർക്ക് ചെയ്തിരുന്നത്. അവിടെ ഇന്നലെ രാത്രി നമ്മുടെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഇവിടെ കിടന്ന് എല്ലാവരും ഭയങ്കര ഡാൻസും മേളമൊക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പ്ലാനുകളുണ്ട്, വെറൈറ്റി സ്ഥലങ്ങളാണ്, നമുക്കെല്ലാം പോയി കണ്ടിട്ട് വരാം. വഴി നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് ഒരു ഗ്രാമം കാണാം. ഇതുണ്ട്, ഇത് ഫുള്ള് സ്ട്രോബെറി ഫാമാണ്, ഒന്നും പറയേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വാട്ടർഫോൾസ് കാണാമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ഇറങ്ങിയതാണ്. ഈ കണ്ട എത്ര ചിരിച്ചവനാണ് ഹരി. അപ്പം ഒരു ഇത് അലീന ഒരു വണ്ടി വന്നായിരുന്നു, അവർ നിർത്തിയിട്ട് പറഞ്ഞു തേനീച്ചയുണ്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് നോക്കി പോയിട്ട് വരാം. അങ്ങനെ ഏതോ ഒരു ഗംഭീരമായ സ്ഥലത്തെത്തിയിട്ടുണ്ട് നമ്മൾ. പൂക്കാരി എന്തോ പൂവെടുത്തു, അടിപൊളി. അതെ അതെ അതെ, ഇതൊക്കെ എവിടാ ഇത്? അതാ ഞാനും വന്നേ. ചേടാ ഇവിടെ ഒരു ടവറുണ്ട്. ഈ ടവറിൻ്റെ മുകളിൽ കയറിയാൽ അത്യാവശ്യം നല്ല വ്യൂ കിട്ടുമെന്ന് തോന്നുന്നു. അതിനു മുന്നേ ഇവിടെ താഴോട്ടൂടെ എന്താ ഉള്ളത് നമുക്ക് കണ്ടു നോക്കാം. പക്ഷേ എന്ത് വലിയ മല, ഇതൊക്കെ ഇവിടെ നിന്ന് കൂടി ചെറുതായിട്ട് തോന്നുന്നു. ഇവിടെ സ്ഥിരം വെള്ളം ഒരു സ്പോട്ടാണ്, കുപ്പിച്ചില്ലൊക്കെ ഇഷ്ടം പോലെ അവിടെ പോകുന്നുണ്ട്. അതൊന്നും പോലും അറിയത്തില്ല, അതിനുവിനെ തീരും. എൻ്റെ ശിവനെ, ഞങ്ങൾ ഏതോ ഒരു എൻഡി വന്നിട്ടുണ്ട്. അതെ, അവിടേക്കാ നമ്മുടെ ഫ്രണ്ട്സ് പോയി നിൽക്കുക. അടിപൊളി സ്ഥലം ഗൈസ്, ഗംഭീര സ്ഥലം. ഇതുണ്ട് താഴ്ന്നത് വലിയൊരു റോഡൊക്കെ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. എനിക്ക് താഴ്വശം കാണിച്ചു തരുന്നുണ്ട്, സ്റ്റിൽ ഇത്രയും ഗ്യാപ്പുണ്ട്, എന്നാലും ഞാൻ കാണിച്ചു തരാം. എന്ത് താഴ്ച ഒന്നുണ്ടോ. എല്ലാവരും ഫോട്ടോ എടുപ്പും, അടിപൊളി സ്ഥലം, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ തിരിച്ചു കയറി. ഭയങ്കര കാറ്റാണ്. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നടന്ന് കയറിയിട്ട്? പാവം നടന്ന് മടുത്തൊരു ബൈക്കായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മളിവിടെ തിരിച്ചു വന്നപ്പം ഒരു വീടിനടുത്ത് കുറച്ച് കൃഷികൾ കണ്ടു. പിന്നെ നമുക്ക് ഇതൊക്കെ പറഞ്ഞു ഗ്രീൻ ക്യാരറ്റ്, garlic இது பண்ணிருக்காங்க, ஹார்வெஸ்ட் பண்ணிருக்காங்க, அதாவது கட் பண்ணிருக்காங்க. garlic வந்து அப்படி அந்த that one is carrot ஒன்னு இருக்கு. No, this one carrot and that one is garlic. വെളുത്തുള്ളിയും carrot. Then what's the middle one? This is tea leaf. Just tea leaf. Tea leaf and avare and under இருக்குல avare. அது எங்களோட culture. So when do we come to know that we have there അവരൻ നമ്മളിതൊരു കേൾക്കാത്തൊരു സാധനം. ഇവിടുത്തെ കൾച്ചറൽ പ്ലാന്റ് ആണെന്ന് പറയുന്നത് ഊട്ടി മാത്രമുള്ളത്. ചിലപ്പോൾ നമുക്കറിയാവുന്ന എന്തെങ്കിലും കേട്ടോ. അത് സാമ്പിൾ കിട്ടുന്നുള്ള വ്യൂ പോയിന്റ് കാണാൻ പോയ റോഡാണ്. നമ്മൾ ആ റോഡെ തിരിച്ചു വന്നതാണ്. ഇതൊരു ഫസ്റ്റായിട്ട് പോകേണ്ട റൂട്ടാണ്. കാരണം നമ്മുടെ ഈ ട്രാവലർ ഓടിച്ച ഡ്രൈവർ പുള്ളിക്കാരൻ തന്നെ പറയുമായിരുന്നു, സ്ഥിരം വന്നിട്ട് എല്ലാവരും ടൗൺ ഏരിയ കണ്ടിട്ട് പോവുക, അതിനേക്കാളും ഈ റോഡ് പുള്ളിയും ഫസ്റ്റ് ടൈം വരുന്നതെന്ന് വരെ പറഞ്ഞു കേട്ടോ. നമുക്ക് ഒത്തിരി അധികം ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി സ്ഥലം, മരങ്ങളെങ്കിലേ ഇതുപോലുള്ള റോഡിൽ കൂടെയാണ് നമ്മൾ വരുന്നത്. അവിടെ ഇതിനെക്കാട്ടിലും പൊളി സ്ഥലം. പിന്നെ അവിടെ നോ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിന്ന് ബോർഡ് വെച്ചേക്കുന്നത് നമ്മളങ്ങോട്ട് പോയി. അങ്ങനെ ഇത്ര നല്ല സ്ഥലമെല്ലാം കണ്ടപ്പോൾ നമ്മൾ അവിടെ നിന്നൊരു റീലും എടുത്തു. അവിടുന്ന് കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോൾ കണ്ടൊരു ഡാമാണ്. ഡാമിൽ നിന്ന് വെള്ളം ചാടുന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങി കുറച്ച് ആ ഒരു പോയ വഴിയും ഞാൻ പറഞ്ഞില്ലേ, ഡ്രൈവർ ബസ് ടൈം വന്ന അടിപൊളി റോഡായിരുന്നു. അവിടുന്ന് വരുന്ന വഴിക്ക് നമ്മളൊരു റീൽസൊക്കെ ഷൂട്ട് ചെയ്തായിരുന്നു. കുഴപ്പമില്ല, ഡാൻസ് ആയിരുന്നു. നമുക്കറിയാൻ മേലാത്ത പണിയാലും ചുമ്മാ എല്ലാവരുടെ ഒരു ഓളത്തിന് തെറ്റിയാലും തെറ്റിയുടെ ഓർത്ത് കളിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. ചെറിയ ചാറ്റമഴയുണ്ട്, അത്യാവശ്യം നല്ല രസം. അപ്പം അങ്ങനെ നമ്മൾ പൈക്കര വാട്ടർഫോൾസിൻ്റെ ഇവിടെ വന്നിട്ടുണ്ട്.
ഇവിടെ നമ്മുടെ വിനോദിന് അറിയാവുന്ന ഒരു ഷോപ്പുണ്ട്. ജസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫ്രണ്ടേക്ക് ഒരു ഹോട്ടലാണെന്ന് പറഞ്ഞാൽ, ഒരു വിൻറ്റേജ് മച്ചാൻ. അപ്പോൾ നമുക്ക് അവിടെ പോയി ഇനി ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചു നോക്കാം. നല്ല അടിപൊളിയായി വരുന്നുണ്ട്. മഞ്ഞൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു മലയിലൊക്കെ ഉണ്ടോ നല്ലോണം കോട ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ വിനോദ് നല്ലതാണെന്ന് പറഞ്ഞാൽ ഹോട്ടൽ വിജയ് വിലാസ് 2 കടയോ അല്ല 2-3 ബോർഡുണ്ട്. അപ്പോൾ ഈ ഒരു കടയിൽ നമുക്ക് കയറി നോക്കാം. നമുക്കുള്ള ഫ്രൈഡ് റൈസ് കിട്ടി, നൂഡിൽസ് കിട്ടാനുണ്ട്. കുറച്ച് പേര് അവിടെ നൂണ് കഴിക്കുന്നു, വേറെ ചിലർ അവിടെ നിന്ന് കഴിക്കുന്നു. ബിരിയാണി കൊള്ളത്തില്ല എന്നാണ് പറഞ്ഞത്. നമുക്കിത് കഴിക്കാം. നമ്മൾ ആ ഹോട്ടൽ വിജയ് വിലാസിൻ്റെ ഫുഡ് കഴിച്ച് ഇതിലങ്ങ് നടക്കുവാണ്. ഫുഡ് നമുക്ക് ഫ്രൈഡ് റൈസ് ആയിരുന്നു, നൂഡിൽസും ഉണ്ടായിരുന്നു. അതും ഓക്കെ ആയിരുന്നു കേട്ടോ, നല്ല രസം. പിന്നെ ബിരിയാണി മോശമായിരുന്നു അവർ പറഞ്ഞു, എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ ഇതിനുള്ളിലേക്ക് ഇറങ്ങി ഈ വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. കൊള്ളാം, നല്ല രസമാണ്. അത്യാവശ്യം തണുപ്പുണ്ട്, മഞ്ഞുണ്ട്. പിന്നെ ഇവിടെ കയറുന്നിടത്തിന് ഇഷ്ടംപോലെ സ്റ്റോളുകളുണ്ട് കേട്ടോ. കരിപ്പേരുന്നൊരു കിറ്റ്കാറ്റ്. ഈ ഒരു വാട്ടർഫോൾസിലേക്ക് എൻ്റർ ആകുന്നൊരു വഴിയാണിത്. ഇവിടെ ഇത് വെച്ചിരിക്കുന്നത് 300 മീറ്റർ ഉണ്ടെന്ന്. അപ്പം നമ്മളൊരു 100 മീറ്റർ ഓൾറെഡി ഇങ്ങോട്ട് നടന്നു വന്നു. അപ്പോൾ ഇത് കാണണമെങ്കിൽ 400 മീറ്റർ നടക്കാൻ റെഡി ആയിട്ട് വരിക. 8:30 to 5:30 വരെ ഉള്ളൂ. അത്യാവശ്യം നല്ല വാട്ടർഫോൾസ് ആണെന്ന് പറയുന്നു. നമുക്ക് പോയി കണ്ടു നോക്കാം. 2 പേരെ കാണാനില്ല എന്നും പറയും. ഇവർ ഭയങ്കര വേളം. നല്ലൊരു കുരങ്ങൻകുട്ടൻ. അവനെ ബിസ്ക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഹാപ്പി ആയിട്ട് ബിസ്ക്കറ്റ് ഒക്കെ തന്നിരിക്കുക. ഇവിടെ കുരങ്ങന്മാരെല്ലാം ഈ എല്ലാവരും കഴിക്കുന്ന ചോളം കളയും കേട്ടോ. പിന്നെ ആൾക്കാർ മേടിച്ച് ഇവർക്ക് കഴിക്കാൻ കിട്ടുന്നതുകൊണ്ട് അവർക്കൊരു ഉപകാരമായി. പിന്നെ ഇത് ആ ഒരു ഭംഗിനകത്തിരുന്ന ഫുഡും എടുത്ത് അവർ കഴിക്കുന്നുണ്ട്, പാവം കുരങ്ങന്മാർ. അങ്ങനെ നടന്ന നമ്മളടുത്ത ഒരു സോൺ പോലെ എവിടെ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ റിസർവ്ഡ് ഫോറസ്റ്റ് ആട്ടോ. ട്രസ് പാസിംഗ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. കൊള്ളാം. ഈ ഒരു മരം വാട്ടർഫോൾസ് മാത്രമല്ല, എന്നാലും നമ്മൾ അവിടെ നിന്ന് കറങ്ങി ചെന്നത് ഇവിടെ എത്തണം. ആ ഒരു വാട്ടർഫോൾസിൻ്റെ ഭാഗമായ വെള്ളം ഒഴുകി പോകുന്നതാണ് തോന്നുന്നത്. ബാക്കി താഴോട്ട് ചെന്ന് നോക്കുമ്പോൾ നോക്കാം. ഇതിനുള്ളിലൊക്കെ നല്ലൊരു വീട് കാണും. നടന്ന് നമ്മൾ ഈ ഒരു എൻട്രൻസ് എത്തി. പൈക്കര വാട്ടർഫോൾസ് വാട്ടറിക്കറ. ഇതിൽ 50 സ്റ്റെപ്സ് ഡൗൺ. ഇവിടെ ഇതാണ് മെയിൻ എൻട്രൻസ്. എൻട്രി ഫീ ഉണ്ട്. കയറി നോക്കാം നമുക്ക്. 40 രൂപ എൻട്രി ഫീസ് ഉണ്ടെന്നാണ് അപ്പോൾ കേട്ടത്. അതിനുള്ള വെള്ളച്ചാട്ടം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കയറിയിട്ട് നോക്കാം. ഇത് വെള്ളച്ചാട്ടം അല്ലല്ലോ, വെള്ളം ഒഴുകുന്നേ ഉള്ളൂ. അറിഞ്ഞുകൂടെ കയറി നോക്കാം. കുട്ടികൾക്കായിട്ടുള്ള ചെറിയൊരു പാർക്കാണ്. ഇതിന് ഫീസൊന്നുമില്ല, ജസ്റ്റ് സീസോയും ഊഞ്ഞാലൊക്കെ പിള്ളേർക്ക് വന്ന് കറങ്ങാം. ഒരു രസം. ഇവിടെ കിട്ടിയൊരു ഹോം മെയ്ഡ് ചോക്ലേറ്റ് കൊള്ളത്തില്ലേ? അതൊരു ഭയങ്കര എക്സ്പ്രഷൻ ആണല്ലോ. ആവറേജ് അല്ല, ബ്ലൂബെറിയുടെയും കൂടെ മിക്സ് ആയിട്ടാണ്. ചോക്ലേറ്റ് ഒക്കെയാ, ബ്ലൂബെറി ടേസ്റ്റ് നല്ലോണം കിട്ടുന്നത്. അങ്ങനെ എല്ലാവർക്കുള്ള ടിക്കറ്റ് എടുത്തു. നമ്മൾ 13 പേരുണ്ട്. 13 പേരുടെയും ടിക്കറ്റ് തന്നെയായിരിക്കും അപ്പം കയറ്റി വിടുന്നത്. ഇവിടെ ഈ ഒരു ഏരിയ ഇവർ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. തമിഴ്നാട് ഫോറസ്റ്റ് പൈക്കര ഫോൾസ് EDL. നമ്മൾ വെള്ളച്ചാട്ടത്തിലോട്ട് ഇറങ്ങുകയാണ്. ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ പറ്റത്തില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. അതും ഇருக்கு. അതിൻ്റെ വ്യൂ എനിക്കറിയാം, தெரியாது பார்க்கலாம். ചെറിയ ചെറിയ ചാറ്റമഴയുണ്ട്, എല്ലാവരും ഉണ്ട്. വെള്ളം കുറച്ചുകൂടെ ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ, കുറഞ്ഞാന്ന് തോന്നുന്നു. പിന്നെ അത് ഒരു ഫ്ലോട്ടിങ് ബ്രിഡ്ജ് എന്ന് പറയാൻ പറ്റും. ഒരു വെള്ളത്തിൽ ഫ്ലോട്ടായി കിടക്കുന്ന എന്തോ ഒരു സാധനം. അവിടെ വരെ ഇറങ്ങാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു. പക്ഷെ ആരും അങ്ങോട്ട് പോയി ഒന്നും കാണുന്നില്ല. ഇതാണ് ആ വെള്ളച്ചാട്ടം. സോറി, ഇതിനെ വീണ്ടും പൈക്കര വാട്ടർഫോൾസ് എന്ന് പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് വെള്ളച്ചാട്ടം ഒന്നുമായി വരുന്നത്. ഈ വലിയ വെള്ളച്ചാട്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം വെള്ളം ഒഴിയുന്നത്. പക്ഷെ അങ്ങനെ അല്ല. അല്ല, അത് ആ ഒരു ഭാഗത്തൊരു താഴ്ച കാണുന്നത്. ചിലപ്പോൾ അവിടെ വാട്ടർഫോൾസ് കാണും. അങ്ങനെ ഇതാണ് അടുത്തുനിന്നുള്ള ഈ ഒരു നദിയുടെ ഒഴുക്ക്. വെള്ളത്തിന് നല്ല സൗണ്ടൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ഫ്രഷ് വാട്ടറാട്ടോ, നല്ല പതിഞ്ഞ് തെളിഞ്ഞൊക്കെ വരുന്നത്. പക്ഷേ ഓവർ വെള്ളമൊന്നുമില്ല, വലിയ താഴ്ചയൊന്നും കാണാനുള്ള സാധ്യതയില്ല. കണ്ടല്ലോ, 300 മീറ്റർ ഒന്നുമല്ല, അതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അത്യാവശ്യം കുറച്ച് പേര് ഇവിടേക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫോള് പോകുന്നത്. ഇതാണ് അപ്പോൾ ഇതിന് മെയിൻ ഒരു ഫോള് വരുന്ന ഏരിയ. കണ്ടല്ലോ, ആ കയറി വന്നപ്പം ആ ഒരു ഭാഗത്ത് അത്ര ഭംഗിയില്ല, ജസ്റ്റ് ഒരു വെള്ളം കെട്ടി കിടക്കുന്നത്. പക്ഷേ ഈ ഒരു ഭാഗം കണ്ടോ, നല്ല രസമാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു ഫോൾസിൻ്റെ എൻഡ് എത്തിയിരിക്കുകയാണ്. ഇവിടം വരെ ഉള്ളു, ഫുള്ള് കവേഡാണ്. ഇവിടേക്ക് ഇറങ്ങാനൊന്നും പറ്റത്തില്ല. അത്യാവശ്യം ആൾക്കാരുണ്ട് കാണാൻ.
ഫോട്ടോ വേണ്ടവർക്ക് ഫോട്ടോഗ്രാഫേഴ്സ് ഇല്ലേ ഫോട്ടോ എടുത്ത് തരാൻ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം മഴ ചാറുന്നതുകൊണ്ട് ആരും പെട്ടെന്ന് നിൽക്കുന്നില്ല. വരുന്ന എല്ലാവരും പോവാം. ഇവിടെയൊക്കെ നല്ല കാഴ്ചയാണോ അല്ലേ, വെള്ളം വന്ന് വീഴുന്നത്. ഇനി വേണം ഇതിനെ വാട്ടർഫോൾസ് എന്ന് വിളിക്കാം. മുകളിൽ നിന്ന് ചെറിയൊരു നദി ഉള്ളായിരുന്നു, ഇനി അത്യാവശ്യം നല്ലൊരു വാട്ടർഫോൾസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. എങ്ങനെയുണ്ടായിരുന്നു വാട്ടർഫോൾസ്? അതാണ് നാപ്പൂര വെള്ളത്തിൽ പോയി. പക്ഷേ അങ്ങനെ പോയെന്ന് പറയാൻ പറ്റത്തില്ല. ആ ഒരു തുടക്ക ഭാഗം ഓക്കെയാണ്. പക്ഷേ ഈ ഒരു ഇതുണ്ടല്ലേ, ഈ ഭാഗം ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് നടക്കാനും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു അമ്മാര് മുകളിൽ നിന്ന് 300 മീറ്ററിനൊക്കെ എഴുതി വെച്ചാൽ 1/2 കിലോമീറ്ററെങ്കിലും നടന്നാണ് നമ്മളിത് കണ്ടത്. പക്ഷേ കൊള്ളാം, എനിക്കിവിടെ രാഷ്ട്രമൊക്കെ ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. ഇതിന് ചെറിയൊരു ഷോർട്ട് കട്ട് കിട്ടി, അതിലേ പോകേണ്ട നമ്മൾ അവിടെ കട്ട് ചെയ്തു. പക്ഷേ ഇതൊരു നല്ലൊരു അപ്പില്ല കേട്ടോ. വലിഞ്ഞ് കയറി തന്നെ അത് കയറിപ്പോയാൽ അത്രയും സ്പേസ്, അത്ര ഒരു ഏരിയ നമുക്ക് നടക്കാതില്ല. ചുമ്മാ ഷോർട്ട് കട്ട് എടുത്ത് വന്നതെന്ന് പറഞ്ഞാണെങ്കിലും ഹൈറ്റാണ്. പക്ഷേ ഇവിടെ കണ്ടോ, ഈ ഒരു വാട്ടർഫോൾസ് നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളാ പോയി നിന്ന് എൻ്റെ ഒക്കെ ഇവിടെ വരുന്നവർ കഴിവതും ഇതുവഴി പോവുക കേട്ടോ, കുറച്ചൊക്കെ ലാഭിക്കാം. അടുത്ത് കുറച്ച് പേര് ഇവിടെ 4 പേര് നിൽക്കുന്നു. വേറെ കുറച്ച് ടീംസ് നടക്കാൻ മേലാതെ അവിടെ നിൽക്കുന്നു. നമ്മൾ മാത്രം മുകളിൽ കയറിയതാ ഈ വഴിയിൽ ഇവിടെ വന്ന് നിൽക്കുക. ഷൂട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നമ്മൾ എത്തിയതാണ്. ഒരു അന്നിറങ്ങിയ വഴി കണ്ടതാണ്. ഒരു വണ്ടിക്കകത്തു നിന്ന് പൊട്ടിച്ച് ഇതുകൊണ്ട് ഒരു കുരങ്ങ് ഇതിനകത്തോട്ട് കയറിയിട്ടുണ്ട്. പാവം കിഴങ്ങ് കൊണ്ടുവന്ന വണ്ടിയാണ്. അദ്ദേഹം എവിടെയാണോ എന്തോ, നമ്മളാരും പറഞ്ഞിട്ടൊന്നും ഓടത്തില്ല. പിന്നെ അവർക്ക് ആഹാരം നമ്മളൊന്നും പറയുന്നില്ല. ഇതിന് ഓപ്പോസിറ്റുള്ളൊരു സൈഡാണ് കേട്ടോ ഇത്. നല്ല രസമുണ്ട്. ഇത് നമ്മളിങ്ങോട്ട് ഇറങ്ങുക. അമ്മോ എന്താണെന്നറിയില്ല. വിനോദം നമ്മൾ ഈ ഒരു ഗ്രൗണ്ടിനകത്തോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ചോദിച്ചാൽ പറയാം അവിടെ പോയാൽ എൻട്രി ഫീ ഉണ്ട്, ഈ സൈഡ് വന്ന് എൻട്രി ഫീ ഇല്ലെന്ന് പറഞ്ഞു. ഒരു കണക്കിനത് നല്ലതാണ്. പിന്നെ ഇതുണ്ടോ ഒരു ഫോർച്യൂണറൊക്കെ കിടക്കുന്നത്. അതുപോലെ ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഫുഡ് കഴിക്കാനുണ്ട്, കുട്ടികൾക്ക് ഓടിച്ചാടി കളിക്കാനും അതിനൊക്കെ പറ്റിയൊരു ഏരിയ ആണ്. പക്ഷേ കൊള്ളാം കേട്ടോ, ഈ ഒരു സൈഡ് നല്ലതാ. പുള്ളി പറഞ്ഞാൽ എല്ലാവരും ചാടി ഇറങ്ങി അങ്ങ് പോവുക. തിരിച്ച് കയറണം എന്നുള്ള കാര്യങ്ങൾ ഓർമ്മ വേണം. ഒരു ടെൻ്റുണ്ട്, ഒരു ചെരുപ്പേ ഉള്ളപ്പോൾ ഒരാളെ ഉള്ളെന്ന് തോന്നുന്നു. കൊള്ളാം, ഇതുപോലെ ഏരിയയിൽ ടെൻ്റൊക്കെ അടിച്ചും വൈകുന്നേരമൊക്കെ ഇരിക്കാം. പക്ഷേ ഈ രാത്രിയാകും പോലെ മൃഗങ്ങൾ വരുമെന്നും അറിയത്തില്ല. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഏതോ ഒരു പോയിന്റിൽ ജസ്റ്റ് ഒന്ന് സ്ലോ ആക്കാൻ നോക്കി. പിന്നെ എല്ലാവർക്കും ഉറക്കം ക്ഷീണം മടുപ്പാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയില്ല. പൈൻ ഫോറസ്റ്റും കൊണ്ട് അവിടെ ഇറങ്ങിയില്ല. അങ്ങനെ അടുത്തത് ഇവിടെ ഒരു ഉണ്ട്. ഈ റോഡിൽ തന്നെ ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. അത്യാവശ്യം ആൾക്കാരുണ്ട്. ഒരു ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ട്. ഇവിടെ മീനുണ്ടെന്ന് തോന്നുന്നു, കാരണം നീർക്കാക്കയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ മീനില്ലാത്ത സ്ഥിതിക്ക് ഇവരെല്ലാം നിൽക്കുകയല്ലോ. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇത് കാണാൻ. കണ്ടില്ലേ, വരുന്നവരെല്ലാം കാണുന്നവർ ഇവിടെ നിർത്തുന്നുണ്ട്. ജസ്റ്റ് പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷേ ഇവിടെ കാണാൻ ഭയങ്കര ഭംഗി, അതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, കാരണം ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്നൊരു ബോർഡ് ഉണ്ട്. നമ്മളതിന് മാനിച്ച് ഇറങ്ങുന്നില്ല. ഇവിടെ കണ്ട് ഒത്തിരി പേര് ഇരിക്കുന്നുണ്ട്. അവരൊക്കെ എങ്ങനെയോ ലോക്കൽസ് ആയിരിക്കും, എങ്ങനെ അപ്പുറത്ത് ചെയ്യുന്നതാണ്. ഇല്ല, പുള്ളിയുടെ വലിയ ചൂണ്ട. എല്ലാം കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഊട്ടി ലേക്കിലെത്തിയിട്ടുണ്ട്. ഈ സൈഡ് ഊട്ടി ലേക്കാണ്. ഇവിടെ ചെറിയൊരു ഗെയിം ആക്ടിവിറ്റീസ് ഉണ്ട്. കുറച്ച് പേര് അവിടെ പോകുന്നുണ്ട്. നമ്മൾ വണ്ടി അവിടെ ഇട്ടു. ഇവിടെ ആരൊക്കെയോ കിടന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. ഊട്ടിയിലേക്ക് കേട്ടോ. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനുള്ള ഇതാണ്. നേരെ ഏറെക്കുറെ ഇരുട്ടി തുടങ്ങി, 6 മണിയായി. അതുകൊണ്ട് വെട്ടമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടർ ഇങ്ങനെ ക്ലോസ് ആക്കി ഇട്ടേക്കാണ് കണ്ടോ. ഇതിൻ്റെ ഭാഗങ്ങൾ നല്ല പൂക്കൾ, നല്ല ഭംഗിയുണ്ട്. ബോട്ട് ഹൗസ് എൻട്രൻസ് ഇതിലേ പോയാൽ ടിക്കറ്റ് എടുക്കാം. 6 മണിയായി, കിട്ടുമെന്ന് അറിയില്ല. എല്ലാവരും വരുന്നുണ്ടോ എങ്ങനെയാണെന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ, അവിടെയും ക്ലോസ് ആക്കി. അത് നടപടിയില്ല, ക്ലോസ്ഡ് എന്ന് പറഞ്ഞു. ബാക്കിലുണ്ടോ കുട്ടികളൊക്കെ ഓടിച്ചാടി നടക്കുന്നുണ്ട്, നല്ല രസം. നേരത്തെ ഇവിടെ കയറിയിട്ട് കണ്ടുള്ളതാണ് കറങ്ങുന്ന ഒരു ഗെയിം. അത്യാവശ്യമൊന്നുമില്ല, അതിലേ കയറി നമ്മൾ ജസ്റ്റ് ഇവിടെ വരും. ഈ ഒരു ഭാഗമൊക്കെ ഇരിക്കാനൊക്കെ നല്ല രസമാണ്. പിന്നെ അവിടെ നമുക്ക് അവിടെ നിന്ന് കാണാം. പിന്നെ അവിടെ നിന്ന് വേണമെങ്കിൽ ബോട്ടിംഗ് ഉണ്ട്, പെഡൽ ബോട്ടും പിന്നെ മറ്റേ പങ്കായത്തിന് തുഴയുന്ന മുകളിൽ 2 ഉണ്ടെന്ന് നേരിട്ട് കഴിക്കുന്നത്. അത് തുഴഞ്ഞ് നമുക്ക് അങ്ങേറ്റം വരെ പോകാം. ചിലപ്പോൾ ചെറുതായിട്ട് മീനുകളൊക്കെ ചാടി വരുന്നത് കാണാം. അതാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു മരം ശിവാനിയുടെ കൈ അടിച്ച് കിളികളുടെ സൗണ്ട് നിർത്തിച്ച് ഒരു കൂട്ടം കിളികൾ ഓടി ഇതിനകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. പേശി എന്തൊക്കെയോ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഒന്നും പറഞ്ഞ് പോകുന്നുണ്ട്. വിലകെട്ട് ഓടും എന്തോ ഇല്ലെന്നുള്ളത് അറിയാം. നല്ലൊരു ഹോണ്ട സിറ്റി, നല്ലൊരു അലയി, സൂപ്പർ നമ്പർ പ്ലേറ്റ്. എവിടുന്ന് കിട്ടിയത്രയും ചെറുതൊക്കെ. ഇവിടേക്കുള്ളവർക്ക് എന്തോ അല്ല, നമ്മളെപ്പോലുള്ളൊരു ഇതല്ലേ കുഴപ്പം.
അപ്പോൾ നമുക്ക് ഈ ഷോപ്പിംഗ് ഓരോ കടകൾ നോക്കാം. കൊള്ളാം. ഈ ഒരു ഐറ്റം ഇവിടെ ഉണ്ട്. തല വയ്ക്കാനുള്ളൊരു തൊപ്പി. സ്റ്റൈലായി. ലേക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മൾ നേരത്തെ തൊപ്പി മേടിച്ചു. ഇഷ്ടംപോലെ കടകളുണ്ട്, പക്ഷേ ചെറുത് ആകെപ്പാട് ഇത്ര ഉള്ളൂ ഒരു കടയ്ക്ക്. ഇതൊരു കട. ഇത് കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ, ഒരു വക മേടിക്കത്തില്ല. പാവം കടക്കാരെ പറ്റിച്ച് സമയം കളയാൻ വേണ്ടി മാത്രം ഇറങ്ങിയിരിക്കുക. ഈ ലേക്കിന് ഓപ്പോസിറ്റ് ഉള്ളൊരു ചോക്ലേറ്റ് ഫാക്ടറി. ഇവിടെ നമ്മൾ ചോക്ലേറ്റ് ഒക്കെ വാങ്ങാനായിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് ഓർത്ത് നോക്കാം. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫാക്ടറിയിൽ നിന്നായിട്ട് ഇവിടെ എല്ലാവർക്കും വാങ്ങണം. ഇവിടെ അങ്ങനെ ഉണ്ടെന്ന് ഇല്ല. അവിടെ നമ്മൾ ഫാക്ടറി മേടിച്ചില്ല, താഴോട്ട് വന്നു. ഇവിടെ ഇതിൻ്റെ ഒരു ഫാക്ടറി ഉണ്ടെന്ന് പറയാം. അപ്പോൾ ആ ഫാക്ടറിയിൽ നിന്ന് തന്നെ മേടിക്കാം. തൽക്കാലം നമ്മുടെ ചെറിക്കുട്ടൻ ഒരു കോണോ എന്തോ വാങ്ങിയിട്ടുണ്ട്. ആ കോണാന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല പുഴുങ്ങി നാരങ്ങയൊക്കെ തൂത്തതാണ് കേട്ടോ. പറഞ്ഞ് അവസാനം ഏതോ ഒരു കടയിൽ കയറി. കുറച്ച് ചോക്ലേറ്റ് ഒക്കെ ഇരിപ്പാട് നോക്കുന്നുണ്ട് എന്താവും. നീലഗിരി ബേക്കറി അത്യാവശ്യം കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. നമ്മളെന്നാലും ഇവിടുന്ന് കയറി ഉള്ളത് മേടിച്ചു. രാവിലെ ഏതോ ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ട് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടുന്ന് ബാക്കി മേടിക്കാം. അറ്റ് ലാസ്റ്റ് നമ്മൾ ഹോട്ടലിൽ EMA എന്നും പറയുന്ന കടയിൽ കയറി. ലാസ്റ്റ് ഇവിടെ നിന്നാട്ടോ നമുക്ക് മസാല ദോശ കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഉള്ളതും കഴിച്ച് റൂമിൽ പോയി കിടക്കാം. അഗൈൻ വെൽക്കം ബാക്ക്. അപ്പോൾ നെക്സ്റ്റ് ഡേ ആണ്. നമ്മൾ രാത്രി മടുത്ത് വന്നു കിടന്നുറങ്ങി. രാവിലെ എല്ലാവരും കെട്ടിങ്ങടൊക്കെ കേട്ട് റൂമിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. ഇനി ഇവിടെ നിൽക്കുന്നില്ല, നേരെ അങ്ങ് വിടുക. കോയമ്പത്തൂരൊക്കെ ഒന്ന് ബിരിയാണി കഴിക്കണം, എല്ലാവരും അവിടെ നിന്ന് നിർത്തണം, ഡ്രസ്സ് വാങ്ങണം എന്നൊക്കെ പറയുന്നുണ്ട്. അതും കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കൊത്തഗിരി വഴി തന്നെയാണ് പോകുന്നത്. കാരണം ആ ഒരു കൊത്തഗിരി എല്ലാവർക്കും ഭയങ്കരമായിട്ട് അഡിക്റ്റായി ഇഷ്ടപ്പെട്ടു. ഇച്ചിരി കയറ്റം വെച്ച് ദൂരം കൂടുതൽ വരും, എന്നാലും സാരമില്ല. അതുവഴി തന്നെ പോകാമെന്ന് പറയുന്നത്. ഇത് കണ്ടോ, ജസ്റ്റ് ആ റൂട്ട് തന്നെ ക്ലൈമറ്റ് കണ്ടില്ലേ, അടിപൊളിയായി. നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. ജസ്റ്റ് നമ്മൾ ഈ ഒരു ഹില്ല് കയറുന്ന തുടങ്ങിയിട്ടുള്ളൂ. ഇനി ഞങ്ങൾ കയറി പോകുന്നുണ്ട്. ഒരു ഹോം മെയ്ഡ് ചോക്ലേറ്റ് കിട്ടുന്നിട്ട് നിർത്തിയതാണ്. എല്ലാവരും ഇവിടെ നിന്ന് ചോക്ലേറ്റൊക്കെ വാങ്ങിക്കുന്നുണ്ട്. വിനോദിനെ അറിയാവുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത കടയാണെന്ന് പറഞ്ഞു. അഖിലാമോൾ തേയിലപ്പൊടികൾ വാങ്ങുന്നു. ഏതാടി വാങ്ങിച്ചേ? ചോക്ലേറ്റ്. ഇതാണ് എന്തോ ഒരു വർക്കി എന്ന് പറയുന്നൊരു പലഹാരം. നമ്മൾ കോത്തഗിരിയിൽ നിർത്തി. അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ മഞ്ഞ് കയറി വരുന്നുണ്ട്. ഇതുണ്ടല്ലേ കോത്തഗിരി റോഡ്, അടിപൊളി റോഡായിരുന്നു. നമ്മളെ മൃഗങ്ങളൊക്കെ നമ്മുടെ വണ്ടി പിടിച്ച പുള്ളി ഇടയ്ക്ക് എപ്പോഴാണ് കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ നോക്കിയിട്ടൊന്നും കണ്ടില്ല, കഴിഞ്ഞ തവണ നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ എല്ലാവരും ഇവിടെ ഫോട്ടോ എടുപ്പും പരിപാടിയൊക്കെയാണ്. അടിപൊളി സ്പോട്ടാണ്. അങ്ങനെ ഇത്തവണ കോത്തഗിരി വെച്ച് നമുക്കും ലക്ക് കിട്ടി. ഈ കാണുന്ന ഭീമൻ ബാഹുബലി പോലത്തെ കാട്ടുപോത്തിന് നമ്മൾ കോത്തഗിരി വെച്ച് കണ്ടു. ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് എറണാകുളത്ത് റൂമിലെത്തിയായിരുന്നു. നമ്മൾ ആ തിരിച്ച് വരുന്ന വഴിക്ക് കോയമ്പത്തൂർ നിർത്തി. SS ഹൈദരാബാദിൽ നിന്ന് അവിടുത്തെ നല്ല അടിപൊളി ബിരിയാണി കഴിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടുത്തെ ചെറിയ ചെറിയ ഷോപ്പിങ്, കുറച്ച് ഡ്രസ്സ്, പിറ്റേ ദിവസം ഓണ സെലിബ്രേഷൻ ഉള്ളത്, ചെരുപ്പുകൾ, അങ്ങനെ ഓരോന്നൊക്കെ വാങ്ങിച്ച് തിരിച്ച് വന്നു. അപ്പം ഇത്രയൊക്കെയുള്ള നമ്മുടെ ഈ ഒരു ഊട്ടിയുടെ അത്യാവശ്യം ഉള്ളൊരു വീഡിയോ. കാരണം അത്രയും കൂട്ടുകാരുണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ തിരക്ക് അത് എല്ലാം കൊണ്ട് പറ്റുന്ന പോലെയൊക്കെയാണ് മാനേജ് ചെയ്തത്. പിന്നെ നമ്മൾ ഇതുപോലെ ഓരോ വീഡിയോസ് ഇടുന്നതായിരിക്കും. അത് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക. ബൈ.